നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഡ്രാക്കുളയുടെ കഥയാണ്. പക്ഷേ ചോര കുടിച്ച് മനുഷ്യരെ കൊല്ലുന്ന രക്തദാഹിയായ ഡ്രാക്കുളയുടെ കഥയല്ല. സ്വന്തം കുടുംബത്തിനെ, പ്രത്യേകിച്ച് മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന സ്നേഹനിധിയായ അച്ഛനായ, അതേപോലെ കൂട്ടുകാരുടെ എല്ലാം ചങ്കുമായ ഡ്രാക്കുള മാമന്റെ കഥയാണ്. ഈ കഥ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി സ്പെഷ്യലായി പറയുന്നതാണ്. ക്രിസ്മസ് വെക്കേഷൻ അല്ലേ, അവരും കഥയൊക്കെ കേട്ട് ഒന്ന് എൻജോയ് ചെയ്യട്ടെ. പിന്നെ കൊച്ചു കൂട്ടുകാരോടൊപ്പം എന്നെപ്പോലെ പിഞ്ചു മനസ്സുള്ള മുതുക്കുകൾക്കും ഈ കഥ ആസ്വദിക്കാം. ഇമോഷനും പ്രണയവും ഫ്രണ്ട്ഷിപ്പും കോമഡിയും എല്ലാം ഒത്തുചേർന്ന രസകരമായ ആനിമേഷൻ കോമഡി സിനിമ ഹോട്ടൽ ട്രാൻസിൽവാനിയ. രചന പീറ്റർ ബെൻഹാം, റോബർട്ട് സ്മിഗൽ. സംവിധാനം ഗെൻഡി ടർട്ടക്കോസ്കി. അപ്പോ ആരംഭിക്കലാങ്ങളാ. സിനിമ തുടങ്ങുന്നത് ഒരു വലിയ കോട്ട കാണിച്ചുകൊണ്ടാണ്. വർഷം 1895. അവിടേക്ക് ഒരു വവ്വാലിന്റെ രൂപത്തിൽ നമ്മുടെ ഡ്രാക്കുള പറന്നിറങ്ങുന്നു. എന്നിട്ട് മുറിയുടെ അകത്തുണ്ടായിരുന്ന ഒരു തൊട്ടിലിനടുത്തേക്ക് അവന്റെ കൈകൾ രണ്ടും നീട്ടി ചെന്നിട്ട് തൊട്ടിലിന്റെ അകത്തേക്ക് നോക്കി കണ്ടുപിടിച്ചേ എന്ന് പറയുന്നു. അത് കേട്ട് ആ തൊട്ടിലിന്റെ അകത്തുണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഉറക്ക കരയുന്നു. അത് കണ്ട് പെട്ടെന്ന് ഡ്രാക്കുള ആ കുട്ടിയെടുത്ത് കരയണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു പാട്ട് പാടുന്നു. അപ്പൊ ആ കുട്ടി ചിരിക്കുന്നുണ്ട്. ഇത് ഡ്രാക്കുള കോട്ടയാണ്. ഡ്രാക്കുളയുടെ മകളാണ് ആ കൊച്ചു പെൺകുട്ടി. പേര് മേവിസ്. ഡ്രാക്കുള അവളെ ഒരു ചെറിയ ബെഡിൽ കിടത്തി അവളുടെ അഴുക്കായ ഡയപ്പർ അയാളുടെ മാന്ത്രിക ശക്തി കൊണ്ട് മാറ്റുന്നുണ്ട്. വേസ്റ്റ് ബിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു കൊച്ചു ശവപ്പെട്ടിയാണ്. അഴുക്കായ ഡയപ്പർ അതിന്റെ അകത്തിടുന്നുണ്ട്. അതിനുശേഷം ഡ്രാക്കുള അയാളുടെ ആർക്കിടെക്റ്റുമായി പുതിയതായി പണിയാൻ പോകുന്ന കോട്ടയെക്കുറിച്ച് ഡിസ്കഷൻ എല്ലാം നടത്തുന്നുണ്ട്. പിന്നീട് അയാൾ മേവിസുമായിട്ട് കളിക്കുന്നത് കാണിക്കുന്നു. അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ മനുഷ്യർ പ്രേതങ്ങളുടെ കഥ പറഞ്ഞു കൊടുത്ത് പേടിപ്പിക്കുന്നത് പോലെ ഡ്രാക്കുള മനുഷ്യരുടെ കഥയാണ് മേവിസിന് പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ട് അവൾ പേടിക്കുന്നുണ്ട്. അത് കണ്ട ഡ്രാക്കുള അവളോട്, പേടിക്കണ്ട, ഡാഡി എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഏതെങ്കിലും മനുഷ്യൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവരെ ഡാഡി ഇതുപോലെ പേടിപ്പിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മേവിസിന് ഒരു കൊച്ചു ഹെൽമെറ്റ് വെച്ച് പറക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവളൊരു കൊച്ചു വവ്വാലായിട്ട് മുറിയിൽ കൂടി പറക്കുന്നു. ഒപ്പം ഡ്രാക്കുളയും പറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആ ആർക്കിടെക്റ്റ് വന്നിട്ട് അത് റെഡിയായിട്ടുണ്ട് എന്ന് പറയുന്നു. ഡ്രാക്കുള പുറത്തു വന്ന് നോക്കിയിട്ട്, നന്നായിട്ടുണ്ട്, മോൺസ്റ്റേഴ്സിന് മാത്രമല്ലേ അകത്ത് കിടക്കാൻ കഴിയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞ് ആർക്കിടെക്റ്റ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. 400 ഏക്കറിലുള്ള പ്രേതക്കാടാണ് ചുറ്റും. കൂടാതെ ജീവനുള്ള ശവങ്ങളുണ്ട്. ഏതെങ്കിലും മനുഷ്യൻ നോക്കാൻ പോലും ശ്രമിച്ചാൽ അവന്മാർ ജീവനം കൊണ്ട് ഓടിക്കളയും എന്ന് പറയുന്നു. അതായത് പുതിയതായി പണിയുന്ന ഡ്രാക്കുള കോട്ടയുടെ ചുറ്റും അത്രയ്ക്കും സേഫ് ആണ് എന്നാണ് അയാൾ പറയുന്നത്. കോട്ടയുടെ പണി നടക്കുകയാണ്. അപ്പോൾ പണിക്കാർ പെട്ടെന്നൊരു പെൺപ്രേത അതിൽ പോകുന്നത് കണ്ട് അവന്മാർ വായി നോക്കുന്നുണ്ട്. മെക്കേഡാണെന്ന് തോന്നുന്നു അവൾ. പ്രേതങ്ങളുടെ ഇടയിൽ പോലും വായി നോട്ടം. ഡ്രാക്കുള ഈ കോട്ട പണിയുന്നത് മകൾ മേവിസിന് വേണ്ടിയിട്ടാണ്. ഭാര്യയോട് ഡ്രാക്കുള അത് പണ്ട് പറഞ്ഞിരുന്നു. ഇതാണ് അയാളുടെ ഭാര്യ മാർത്ത. മരിച്ചുപോയി. അമ്മയില്ലാത്ത കുട്ടിയാണ് മേവിസ്. ഡ്രാക്കുളയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളോട്. ഈ കോട്ടയിൽ അവൾ സേഫ് ആയിരിക്കും, ആർക്കും അവൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അയാളെ ഫോട്ടോയിൽ നോക്കി ഭാര്യ മാർത്തയോട് പറയുന്നുണ്ട്. അവിടെ സിനിമയുടെ ടൈറ്റിൽ ഹോട്ടൽ ട്രാൻസിൽവാനിയ. പിന്നീട് പ്രസന്റ് ഇരുട്ടിൽ ആ കൊടും കാട്ടിലൂടെ ഒരു ജീപ്പ് ചീറിപ്പാഞ്ഞു വരുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് കാടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു രഹസ്യ വഴി തുറക്കുന്നു. അതിലൂടെ ആ വണ്ടി നേരെ ആ ഹോട്ടലിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നു. ഡ്രൈവർ വണ്ടിയുടെ വാതിൽ തുറന്നതും കുറെ ചെന്നായി കുഞ്ഞുങ്ങൾ ഇറങ്ങി കോട്ടയുടെ ഉള്ളിലേക്ക് പോകുന്നു. പുറകെ ഗർഭിണിയായ ഒരു ചെന്നായിത്തെയും ഏറ്റവും പുറകിലായി ഒരു ചെന്നായി ഇറങ്ങുന്നു. അയാളുടെ ഫാമിലിയാണത്. അറ്റൻഡർമാര് അയാളുടെ ലഗേജ് എല്ലാം എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഹോട്ടലിന്റെ അകത്ത് കാണിക്കുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഡ്രാക്കുള അങ്ങോട്ട് വന്നിട്ട് എല്ലാവരോടും വെൽക്കം ടു ഹോട്ടൽ ട്രാൻസിൽവാനിയ എന്ന് പറഞ്ഞ് അവരെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് മനുഷ്യന്മാർ ആരും വരാത്ത സേഫ് ആയ സ്ഥലമാണിത്, സിൻസ് 1898 എന്നെല്ലാം പറയുന്നുണ്ട്. അന്ന് ഇത് പണിതുകൊണ്ടിരിക്കുന്നത് നമ്മൾ സിനിമയുടെ ആദ്യം കണ്ടതാണല്ലോ. ആ കോട്ടയാണ് ഈ ഹോട്ടൽ ട്രാൻസിൽവാനിയ. മനുഷ്യന്മാരിൽ നിന്നും സേഫ് ആയിരിക്കാൻ, പ്രത്യേകിച്ച് മേവിസിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലെല്ലാം അന്ന് ആ ആർക്കിടെക്റ്റിനെ കൊണ്ട് ഡ്രാക്കുള ഇത് പണി കഴിപ്പിച്ചത്. ഇന്ന് എന്തിനാണ് ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നാളെ മേവിസിന്റെ പിറന്നാളാണ്. അത് ആഘോഷിക്കാനാണ് ഇവരെല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചെന്നായ പിള്ളേർ കഥകം തള്ളി തുറന്നുകൊണ്ട് അങ്ങോട്ട് വരുന്നു. പുറകെ അച്ഛനും അമ്മയും. പിള്ളേരാകെ വികൃതികളാണ്. ചെന്നായ ഡ്രാക്കുളയുടെ അടുത്തെത്തി സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഡ്രാക്കുള ഉടനെ തന്നെ അവനെ കെട്ടിപ്പിടിക്കുന്നു. ഡ്രാക്കുളയുടെ പഴയ ഫ്രണ്ടാണ് അവൻ. പേര് വെയിൻ. അവന്റെ പിള്ളേരാണെങ്കിൽ വികൃതിത്തരം ചെയ്ത് ഹോട്ടൽ ഹാൾ ആകെ നാശമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രാക്കുള ഉടനെ ഹൗസ് കീപ്പിങ്ങിനെ വിളിച്ച് അതെല്ലാം വൃത്തിയാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അറ്റൻഡർമാർ കുറെ ബോക്സുകൾ പാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ പിള്ളേര് വികൃതി കാണിച്ച് അവന്മാരെ ഇടിച്ചിട്ട് ആ ബോക്സ് എല്ലാം തട്ടി താഴെ ഇടുന്നു. അപ്പോൾ അതിലൊന്നിൽ നിന്നും ഒരു തല തെറിച്ച് ഉരുണ്ടി ചെല്ലുന്നു. ഡ്രാക്കുള അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഫ്രാങ്ക് എന്ന ഫ്രാങ്കൻസ്റ്റൈൻ. അപ്പോൾ ഡ്രാക്കുള, നീ ഇപ്പോഴും കൊറിയറിലാണോ യാത്ര ചെയ്യുന്നത് പിശുക്ക എന്ന് ചോദിക്കുമ്പോൾ, പിശുക്കൊണ്ടല്ല, എനിക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പേടിയാണ്, അതുകൊണ്ടാണെന്ന് ഫ്രാങ്ക് പറയുന്നു. ഫ്രാങ്കൻസ്റ്റൈന് പീസ് വിസാക്കിയാലോ ഒന്നും സംഭവിക്കില്ല. അറ്റൻഡർമാർ അവന്റെ ബോഡി വീണ്ടും യോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ മണ്ടന്മാർ കൈയും തലയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് വയ്ക്കുന്നത്. അത് കണ്ട് അവരോട് ഡ്രാക്കുള ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ ചന്തിക്ക് ആരോ പിച്ചുന്നു. പക്ഷെ ആരെയും കാണാൻ പറ്റുന്നില്ല. ഒരു കണ്ണട മാത്രമുണ്ട്. അതാണ് ഗ്രിഫിൻ. അവൻ ആർക്കും കാണാൻ കഴിയില്ല. ഇൻവിസിബിൾ ആണ്, അദൃശ്യൻ. പെട്ടെന്ന് അവിടെ ഒരു മണൽക്കാറ്റടിക്കുന്നു. അതിൽ നിന്നും ഒരു തടിയൻ മമ്മി വരുന്നു.
അതാണ് മറി. ഇവരെല്ലാവരും ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ മുകളിൽ നിന്നും ഒരു 8 കാലി താഴേക്ക് വന്ന് റെഡി എന്ന് ഡ്രാക്കുളയോട് പറയുന്നു. അവരെല്ലാവരും മുകളിലേക്ക് നോക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ മേവിസ് എന്ന് ചിലന്തിവലയിൽ എഴുതി വെച്ചിരിക്കുന്നു. നല്ല ഭംഗി അല്ലേ? അതിനുശേഷം ഡ്രാക്കുള വന്നിട്ടുള്ള എല്ലാ അതിഥികളെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1 വർഷം കൂടി നമ്മൾ അവരിൽ നിന്നും വിജയകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈ ചൂണ്ടുമ്പോൾ ഡ്രാക്കുളയുടെ ഒരു പണിക്കാരൻ ഒരു പ്രൊജക്ടർ ഓണാക്കുന്നു. അതിൽ മനുഷ്യന്മാരുടെ പടമായിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യരുടെ കയ്യിൽ നിന്നും വിജയകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഡ്രാക്കുള ഉദ്ദേശിച്ചത്. അവർ പഴയതിനേക്കാളും വണ്ണം വെച്ചിട്ടുണ്ട്. അത് നമ്മളെക്കാളും പവർ കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ അവരിപ്പോൾ വളരെ കുറച്ച് വസ്ത്രമാണ് ധരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെ അവർക്ക് എളുപ്പത്തിൽ നമ്മളെ നശിപ്പിക്കാനും. പക്ഷേ അവർക്ക് ഒരിക്കലും നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂറിനുള്ളിൽ പരിപാടി ആരംഭിക്കും, ഞാൻ മകളുടെ അടുത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഡ്രാക്കുള മേവിസിന്റെ മുറിയിലേക്ക് പോകുന്നു. മേവിസിനെ കാണിക്കുമ്പോൾ അവൾ വലുതായി. അവൾ ദേഷ്യത്തിൽ കണ്ണാടിയിൽ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാഡ് പറഞ്ഞത് എനിക്ക് 118 വയസ്സാകുമ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ ഈ ഹോട്ടലിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകാൻ കഴിയുമെന്നാണ്. പക്ഷെ അത് സേഫ് അല്ല എന്ന് പറഞ്ഞ് ഡാഡ് എന്നെ വിടുന്നില്ല എന്നല്ല അച്ഛനോടുള്ള ദേഷ്യമാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 30 വർഷങ്ങൾക്ക് മുമ്പ് ഡ്രാക്കുള അവളെ പ്രായപൂർത്തിയായതിനു ശേഷം ഹോട്ടലിന് വെളിയിൽ വിടാമെന്ന് അവളോട് പ്രോമിസ് ചെയ്തിരുന്നു. ഇപ്പോൾ അവൾക്ക് പ്രായപൂർത്തിയായി, 118 വയസ്സ്. പക്ഷെ ഡ്രാക്കുളയ്ക്ക് ഇപ്പോഴും പേടിയാണ്. അതുകൊണ്ട് അയാൾ അവളെ പുറത്തു വിടുന്നില്ല. ആ ദേഷ്യത്തിലാണ് മേവിസ്. ഒരു ടിപ്പിക്കൽ അച്ഛനാണ് ഡ്രാക്കുളയും. അപ്പോൾ ഡ്രാക്കുള മുറിയിലേക്ക് വന്നതും അവൾ ഡാഡിനോട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. എന്താണ് കാര്യം എന്ന് മനസ്സിലായ ഡ്രാക്കുള അവളോട് നിനക്ക് പുറത്തു പോകണമല്ലേ, പൊയ്ക്കോളൂ എന്ന് പറയുന്നു. പെട്ടെന്ന് അവൾ വണ്ടടിച്ചെങ്കിലും പെർമിഷൻ കിട്ടിയതുകൊണ്ട് അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞ് അപ്പോൾ തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകാൻ തുടങ്ങിയതും ഡ്രാക്കുള അവളോട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. അവൾ ഞാൻ പാരഡൈസിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഒരു കാർഡ് എടുത്ത് കാണിക്കുന്നു. ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അച്ഛന്റെ മേസിൽ നിന്നാണെന്ന് അവൾ പറയുന്നു. ഇവിടെ വെച്ചല്ലേ അച്ഛൻ അമ്മയെ കണ്ടുമുട്ടിയത്, എനിക്കും അവിടെ പോകണമെന്ന് അവൾ പറയുന്നു. അപ്പോൾ ഡ്രാക്കുള നിന്റെ പിറന്നാളല്ലേ, അവരെല്ലാവരും നിന്നെ കാണാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ അച്ഛനോട് എനിക്ക് അവരെല്ലാം ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പുതിയ കാര്യങ്ങൾ കാണണം, അറിയണം, എന്റെ വയസ്സിലുള്ള ആരെങ്കിലും കണ്ടുമുട്ടണം എന്നെല്ലാം പറഞ്ഞ് കരയാൻ തുടങ്ങിയതും ഡ്രാക്കുള ടെൻഷനെ അവളെ സമാധാനിപ്പിക്കുന്നു. ശരി, ആ സെമിത്തേരിക്ക് അപ്പുറം മനുഷ്യരുടെ ഒരു ചെറിയ ഗ്രാമമുണ്ട്, നീ പോയിട്ട് 1/2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോരെ എന്ന് ഡ്രാക്കുള അവൾക്ക് പെർമിഷൻ കൊടുക്കുന്നു. അപ്പോഴേക്കും മറ്റുള്ളവർ അവളുടെ മുറിയിലേക്ക് വന്നായിരുന്നു. അവൾ അവരോട് അച്ഛൻ അവൾക്ക് മനുഷ്യരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ പെർമിഷൻ കൊടുത്തത് പറയുന്നുണ്ട്. അത് കേട്ട് അവർ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അത് സേഫ് അല്ല, അവർ ഡേഞ്ചർ ആണ് എന്നെല്ലാം പറയുമ്പോൾ മേവിസ് ചിലപ്പോൾ മനുഷ്യന്മാർ മാറിയിട്ടുണ്ടാവും, ഞാൻ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നതെന്ന് പറയുന്നു. അത് കേട്ട് അവരെല്ലാവരും അവളോട് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്നെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ഫ്രാങ്ക് വന്നിട്ട് അവളെ നോക്കാൻ അവൾക്കറിയാം, അവൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് തീ സൂക്ഷിക്കണമെന്ന് പതുക്കെ അവളോട് പറയുന്നു. കാരണം ഫ്രാങ്കിന് തീ ഭയങ്കര പേടിയാണ്. അങ്ങനെ അവൾ അവർക്കെല്ലാവർക്കും ടാറ്റ കൊടുത്ത് ജനൽ വഴി മനുഷ്യരുടെ കൊച്ചു ഗ്രാമത്തിലേക്ക് ഒരു വവ്വാലായി പറന്നു പോകുന്നു. കാര്യം സമ്മതം കൊടുത്തുവെങ്കിലും ഡ്രാക്കുളയുടെ മുഖത്ത് പേടി തന്നെയാണ്. അവൾ പോയതിനു ശേഷം ഫ്രാങ്ക് ഡ്രാക്ക് അവൾ പോയപ്പോൾ നീ ഒന്നും മിണ്ടാകുന്നത് എന്താണ്, എന്തായാലും നീ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞതും ഡ്രാക്കുള മുറിയിൽ എങ്ങുമില്ല. അവൻ മേവിസിനെ ഫോളോ ചെയ്യുകയായിരുന്നു. അങ്ങനെ മേവിസ് ആ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തുന്നു. രാത്രി ആയതുകൊണ്ട് പുറത്തെങ്ങും ആരുമില്ല. അവൾ പതുക്കെ തെരുവിലേക്ക് ചെന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഡ്രാക്കുളയാണെങ്കിൽ അവൾ കാണാതെ ഒരു വീടിന്റെ സൈഡിൽ മറഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് കുറെ ആളുകൾ പതുക്കെ കയ്യിൽ കത്തുന്ന പന്തമായിട്ട് നടന്നു വരുന്നു. അവരെ കണ്ട് അവൾ ഹായ് എന്നെല്ലാം പറഞ്ഞ് പരിചയപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ അവളെ വെളുത്തുള്ളി ബ്രെഡും തീയും എല്ലാം കാണിച്ച് പേടിപ്പിച്ച് ഓടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിലൊരാൾ പെട്ടെന്ന് തട്ടി താഴെ വീഴുന്നു. അപ്പോൾ അയാളുടെ തല ശരീരത്തിൽ നിന്നും തെറിച്ചു പോകുന്നു. അവർ ശരിക്കും മനുഷ്യരായിരുന്നില്ല, ഡ്രാക്കുളയുടെ പണിക്കാരായിരുന്നു അവർ. ഡ്രാക്കുള സെറ്റപ്പ് ചെയ്തായിരുന്നു അതെല്ലാം. ഉടനെ ഡ്രാക്കുള മേവിസ് കാണാതെ താഴെ വീണുപോയി അവന്റെ തലയെടുത്ത് തിരിച്ചവന്റെ കഴുത്തിൽ വെച്ചിട്ട് മനുഷ്യന്റെ മാസ്ക് അവന് വെച്ചു കൊടുക്കുന്നു. പക്ഷെ വേറൊരുത്തൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മൺമാന്തി വെച്ച് അടുത്ത് നിന്ന് അവന്റെ തലക്കെട്ട് കുത്തുന്നു. അവൻ താഴെ വീണപ്പോൾ കയ്യിലുണ്ടായിരുന്ന പന്തത്തിൽ നിന്നും തീ ബാക്കിയുള്ള എല്ലാവരുടെ മേലേക്ക് വളർന്ന് അവരെല്ലാവരും നിന്ന് കത്തുന്നു. അത് കണ്ട് മേവിസ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അവളൊരു പ്യുവർ സോളാണ്. പക്ഷെ ഇത് കണ്ട് ഡ്രാക്കുള സ്വയം തലക്കെട്ട് അടിക്കുന്നുണ്ട്. ഈ മണ്ടന്മാരെയാണല്ലോ ഞാനൊരു പണി ഏൽപ്പിച്ചതെന്ന് വിചാരിച്ച്. പക്ഷെ മേവിസ് നിരാശയിൽ അച്ഛൻ പറഞ്ഞതായിരുന്നു ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പറന്നു പോകുന്നു. അത് കണ്ട് ഡ്രാക്കുളയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അവന്റെ ഐഡിയ ആദ്യം പാളിപ്പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ സംഗതി ഏറ്റു. അങ്ങനെ അവൻ പണിക്കാരോട് അവനെ നിർത്തി പണിയെടുക്കാൻ പറഞ്ഞിട്ട് പോകുന്നു. അവർ ആ ഉണ്ടാക്കി വെച്ച് വീടുകളെല്ലാം പൊളിച്ചു കളയുന്നുണ്ട്. അപ്പോൾ ദൂരെ വേറെ എന്തോ ഒരു ഭീകര രൂപത്തെ കാണിക്കുന്നുണ്ട്. തിരിച്ച് മേവിസിനെ കാണിക്കുമ്പോൾ അവൾ ആകെ ശോകമായിട്ട് അവളുടെ മുറിയിലിരിക്കുകയാണ്. അപ്പോൾ ഡ്രാക്കുള ഒന്നും അറിയാത്ത പോലെ വന്ന് നീ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ അച്ഛൻ പറഞ്ഞായിരുന്നു ശരി, മനുഷ്യന്മാരെല്ലാം ഭയങ്കരന്മാരാണ് എന്ന് പറയുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ അച്ഛനെ സംശയിച്ചു, ഞാൻ ഇനി ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകില്ല എന്ന് പറയുന്നു. അത് കേട്ട് ഡ്രാക്കുളയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അവളെ സമാധാനിപ്പിച്ച് അവളുടെ പ്രിയപ്പെട്ട പുഴുക്കേക്ക് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് നിനക്കറിയാമല്ലോ, ഈ വർഷമാണ് അമ്മ നിനക്ക് വേണ്ടി തന്ന
തന്നിരുന്ന സമ്മാനം നമ്മൾ തുറക്കാൻ പോകുന്നത്. അതെന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്ക് 118 വയസ്സാകുന്നത് വരെ അത് തുറക്കരുത് എന്നാണ് അവൾ പറഞ്ഞത്. നമുക്ക് നോക്കാം. കേക്ക് കഴിച്ചിട്ട് നീ താഴേക്ക് വരും എന്ന് പറഞ്ഞ് ഡ്രാക്കുള മുറിയിൽ നിന്നും പുറത്തിറങ്ങി ആശ്വാസത്തിലൊരു ദീർഘശ്വാസം വിടുന്നു. എന്തായാലും മകളുടെ മുമ്പിൽ അഭിനയിച്ച് തകർത്തു അച്ഛൻ. അങ്ങനെ അയാൾ ആശ്വാസത്തിൽ താഴെ വന്ന് നിൽക്കുമ്പോൾ മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം ആ കാടിനുള്ളിൽ കണ്ട ഭീകര സത്വം അകത്തേക്ക് വരുന്നു. പക്ഷെ അതൊരു മനുഷ്യനായിരുന്നു. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ ജോനാഥൻ. ഡ്രാക്കുള അവനെ കണ്ട് ഞെട്ടുന്നുണ്ട്. ഒരു മനുഷ്യൻ ഡ്രാക്കുള കോട്ടയിൽ. ഡ്രാക്കുള എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്മാരിൽ നിന്നും ഏറ്റവും സേഫായ സ്ഥലമാണിതെന്നാണല്ലോ. ഡ്രാക്കുള ഉടനെ തന്നെ ജോനാഥനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നീ ആരാ, എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജോനാഥൻ എന്ന് അവന്റെ പേര് പറയുന്നു. അവനൊരു അഡ്വഞ്ചർ ട്രാവലറാണ്. ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കാര്യം അവൻ അറിഞ്ഞത്. സാഹസികത ഇഷ്ടമുള്ള അവൻ അങ്ങനെ ഈ പ്രേത സ്ഥലത്തേക്ക് എത്തുന്നു. വരുന്ന വഴി കാല് തെറ്റി ഉരുണ്ട് വീണ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് മേവിസിനെ പേടിപ്പിക്കാൻ ഡ്രാക്കുള ഒരുക്കിയ ആ നാടകം കാണുന്നത്. അപ്പോൾ അവനായിരുന്നു നമ്മൾ ആദ്യം ഇരുട്ടിൽ കണ്ട ആ ഭീകര സത്വം. അതിനുശേഷം തീ പിടിച്ച ഡ്രാക്കുളയുടെ പണിക്കാർ കോട്ടയിലേക്ക് രഹസ്യവഴി പോകുമ്പോൾ അവനും അവരെ പിന്തുടരുന്നു. അങ്ങനെയാണ് അവൻ ഈ ഹോട്ടലിലേക്ക് എത്തുന്നത്. ഡ്രാക്കുളയുടെ വേഷമെല്ലാം കണ്ട അവൻ ഇവിടെ എന്താണ് ഫാൻസി ഡ്രസ്സ് വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ടെൻഷനായ ഡ്രാക്കുള അവനെയും കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും വേറെ കുറെ പേർ ഹോട്ടലിലേക്ക് എത്തുന്നു. അത് കണ്ട ഡ്രാക്കുള വേഗം ജോനാഥനെയും കൊണ്ട് ഹോട്ടലിനകത്തേക്ക് ചെന്ന് ഒരു ചെറിയ മുറിയിൽ കയറി കതകടയ്ക്കുന്നു. എന്നിട്ട് ടെൻഷനായിട്ട് ആരെങ്കിലും ഇവനെ കണ്ടാൽ ഈ ഹോട്ടലിന്റെ പേര് പോകും, ഇവിടുത്തെ സേഫ്റ്റിയെക്കുറിച്ച് സംശയിച്ച് ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല എന്നെല്ലാം പറയുമ്പോൾ ജോനാഥൻ പെട്ടെന്ന് നിന്റെ ഡ്രാക്കുള വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നു. അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് ശരിക്കുള്ള ഡ്രാക്കുളയാണെന്ന്. അപ്പോൾ ഡ്രാക്കുള മേവിസ് ഇവനെ കണ്ടാൽ ഞാൻ അവളോട് പറഞ്ഞ കള്ളങ്ങളെല്ലാം അവൾ അറിയും, ഇവനെ കൊല്ല എന്ന് വെച്ചാൽ മറ്റുള്ള പ്രേതങ്ങളെല്ലാം വീണ്ടും പഴയതുപോലെ ആകും എന്നെല്ലാം പറയുന്നു. പെട്ടെന്ന് അവിടെ കിടക്കുന്ന കുറച്ച് വസ്ത്രങ്ങൾ കണ്ട് ഇതെല്ലാം നല്ല രസമുണ്ടെന്ന് ജോനാഥൻ പറയുമ്പോൾ ഡ്രാക്കുളയ്ക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. അവൻ ജോനാഥനെ മേക്കപ്പ് ചെയ്ത് ഒരു പ്രേതം പോലെ ആക്കി മാറ്റുന്നു, ഏകദേശം ഫ്രാങ്കിനെ പോലെ. അങ്ങനെ ഡ്രാക്കുള അവനെയും കൊണ്ട് മുൻവാതിൽ വഴി പുറത്തേക്ക് പോകാൻ വേണ്ടി വാതിലിന്റെ അടുത്തെത്തിയപ്പോൾ അവിടുത്തെ ഷെഫ് കൊസിമോഡോ ഡ്രാക്കുളയുടെ അടുത്തേക്ക് അവൻ ഉണ്ടാക്കിയ ഒരു ഐറ്റം ആയിട്ട് വരുന്നു. ഡ്രാക്കുള പെട്ടെന്ന് ജോനാഥനെ അവന്റെ പുറകിലേക്ക് മാറ്റുന്നുണ്ട്. പെട്ടെന്ന് ഷെഫിന്റെ ഒപ്പം ഒരു എലി മണം പിടിച്ചിട്ട് ഷെഫിന്റെ നേരമൊക്കെ ചിലയ്ക്കുമ്പോൾ അവൻ എലിയോട് അത് മനുഷ്യനല്ല ഡ്രാക്കുളയാണെന്ന് പറയുന്നു. അപ്പോൾ ഡ്രാക്കുള അതെ ഞാൻ തന്നെയാണെന്ന് പരിഭ്രമിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നു. ആ എലി ചിലച്ചത് അവിടെ ഒരു മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എലി പെട്ടെന്ന് ഡ്രാക്കുളയുടെ പുറത്തുകൂടെ കയറി പുറകിൽ ചെന്ന് ജോനാഥനെ മണക്കുന്നു. അത് കണ്ട ഡ്രാക്കുള പെട്ടെന്ന് എലിയെ പിടിച്ച് അകത്ത് മുറിയിലേക്ക് എറിഞ്ഞു കളയുന്നു. ഷെഫ് അത് കാണുന്നില്ല. അപ്പോൾ ഷെഫിന്റെ അസിസ്റ്റന്റ് ഉണ്ടാക്കിയ ഐറ്റം ആയിട്ട് വന്നപ്പോൾ ഡ്രാക്കുള പറയുന്നു ഞാൻ ഇതല്ല പറഞ്ഞത്, വേറെ ഐറ്റം ആണെന്ന്. അത് കേട്ട് ഷെഫ് അസിസ്റ്റന്റിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോനാഥൻ പെട്ടെന്ന് അവിടെ ഒരു പെണ്ണ് അസ്ഥി കൂടെ നിൽക്കുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവൻ നീ ഈ കോസ്റ്റ്യൂം എങ്ങനെയാണ് ഒപ്പിച്ചത്, ഇത് ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിന്റെ എല്ലുകളുടെ ഇടയിലേക്ക് കൈ കയറ്റുന്നു. അവൾ പെട്ടെന്ന് അവന്റെ മോന്തയ്ക്ക് ഒന്ന് കൊടുക്കുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് വന്ന് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് അവനോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് ജോനാഥന് മനസ്സിലാകുന്നത് ഇത് ഫാൻസി ഡ്രസ് പാർട്ടി ഒന്നുമല്ല, ഇവിടെയുള്ള എല്ലാവരും ഒറിജിനൽ ആണെന്ന്. എന്നിട്ട് അവൻ പേടിച്ച് കരഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ മുഴുവൻ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ഓടുന്ന വഴി അബദ്ധത്തിൽ ഹൗസ് കീപ്പിംഗുകാരിയുടെ പറക്കുന്ന ചൂല് അവന് കിട്ടുന്നു. ആ ചൂലാണെങ്കിൽ അവനെയും കൊണ്ട് അവിടെ മുഴുവൻ പറന്നു നടന്ന് ഒടുവിൽ അവൻ മേവിസിനെ ഇടിച്ച് അവർ രണ്ടുപേരും താഴെ വീഴുന്നു. തറയിൽ നിന്ന് എഴുന്നേറ്റ് അവർ രണ്ടുപേരും പരസ്പരം നോക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ രണ്ടുപേരുടെയും കണ്ണിൽ ഒരു സ്പാർക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ഡ്രാക്കുള അവരുടെ ഇടയിൽ കയറി ജോനാഥനെ മറയ്ക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും പറ്റിയൊന്ന് മേവിസിനോട് ചോദിക്കുമ്പോൾ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ആരാണെന്ന് ജോനാഥനെ കുറിച്ച് അവൾ ചോദിക്കുന്നു. അവൾ ഡ്രാക്കുളയെ ഡാഡ് എന്ന് വിളിച്ചപ്പോൾ ജോനാഥൻ ഡാഡോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മേവിസ് അതെ ഞാൻ ഡ്രാക്കുളയുടെ മകളാണെന്ന് പറയുന്നു. അപ്പോഴാണ് ജോനാഥന് മനസ്സിലാകുന്നത് അവൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കുമുള്ള ഡ്രാക്കുളയോടാണെന്ന്. ഡ്രാക്കുളയോടാണ് ജോനാഥനെയും കൊണ്ട് അകത്ത് മുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് പേടിച്ച് വിറച്ച് നിന്ന ജോനാഥൻ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ വളരെ ചെറുപ്പാണ്, എന്റെ ചോര കുടിക്കരുത് എന്ന് പറയുമ്പോൾ ഡ്രാക്കുള ഓ ഈ മനുഷ്യന്മാരെ കൊണ്ട് തോറ്റു, നിന്റെയൊക്കെ രക്തത്തിൽ ഭയങ്കര ഫാറ്റാണ്, അത് ആരാടാ കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ മനുഷ്യരക്തം കുടിക്കില്ലേ, ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ഞാനാണ് ഡ്രാക്കുള ബ്ലാ 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 എന്ന് പറഞ്ഞ് നടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ കാണിച്ചതുപോലെ ബ്ലാ 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 എന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല, ഇതെല്ലാം നിന്നോട് ആരാടാ പറഞ്ഞതെന്ന് ഡ്രാക്കുള ദേഷ്യത്തിൽ ചോദിക്കുന്നു. ജോനാഥൻ ഇതേതാ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഡ്രാക്കുള ഇത് ഞാൻ എല്ലാ മോൺസ്റ്റർമാർക്കും വേണ്ടി നിർമ്മിച്ചതാണ്, അവർക്ക് മനുഷ്യന്മാരിൽ നിന്നും സന്തോഷമായിട്ടും സമാധാനമായിട്ടും കുടുംബത്തോടൊപ്പം താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ അതായത് മോൺസ്റ്റർമാർക്ക് വേണ്ടിയുള്ള ഹോട്ടൽ അല്ല എന്ന് ജോനാഥൻ ചോദിക്കുന്നു. അപ്പോൾ ഡ്രാക്കുള ഞാൻ ഇത്രയും നേരം കഥ പോലെ പറഞ്ഞത് നീ ഒറ്റ വാക്കിൽ ഒതുക്കിയല്ലോടാ എന്ന് ചിന്തിച്ച് അതെ എന്ന് പറയുന്നു. എന്നിട്ട് അവനോട് ഇവിടെ നിന്ന് നീ എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് ഡ്രാക്കുള വവ്വാലായി അവനെയും തൂക്കിയെടുത്ത് പുറത്തേക്ക് പറന്നതും പെട്ടെന്ന് മേവിസും അങ്ങോട്ട് വരുന്നു. അത് കണ്ട ഡ്രാക്കുള ജോനാഥനെയും കൊണ്ട് തിരിച്ച് മുറിയിലേക്ക് ചെല്ലുന്നു. അവൻ ആരാണെന്ന് ചോദിച്ച മേവിസിനോട് നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ചാടി ചാടി നിന്ന് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്റെ വയസ്സുള്ള ഒരാളെ ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ മേവിസ് സന്തോഷത്തിൽ എന്റെ വയസ്സാണ് നിനക്ക് എന്ന് ജോനാഥനോട് ചോദിക്കുമ്പോൾ അവൻ അവളോട് നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നു. അപ്പോൾ മേവിസ് എനിക്ക് 118 വയസ്സായി എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് പേടിച്ച് 118 എന്ന് അലറിയപ്പോൾ ഡ്രാക്കുള അവനിട്ട് ഒരു കുത്തു കൊടുക്കുന്നു. അപ്പോൾ അവൻ എനിക്ക് 121 വയസ്സായി എന്ന് പറയുന്നു. ഞാൻ ഇവന് കമ്പനി കൊടുക്കുമെന്ന് മേവിസ് പറയുമ്പോൾ ഡ്രാക്കുള വേണ്ട എന്ന് പറഞ്ഞ് നീ അവന് കമ്പനി കൊടുത്താൽ അവൻ മര്യാദയ്ക്ക് ജോലി ഒന്നും ചെയ്യില്ല, ഞാൻ അവന് ചെയ്യേണ്ട ജോലിയെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ
ഞങ്ങൾ പിന്നീട് പുറത്തു പോയിക്കോട്ടെ എന്ന് മേവിസ് ചോദിക്കുമ്പോൾ ഡ്രാക്കുള അത് സമ്മതിച്ച് വേഗം മേവിസിനെ അവിടെ നിന്നും പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ മുറിയിലുണ്ടായിരുന്ന ഒരു രഹസ്യ വഴിയിൽ കൂടി ജോനാഥനെയും കൂട്ടി പോകുന്നു. ആ കോട്ടയിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരുപാട് രഹസ്യ വഴികളുണ്ട്, അതുവഴി മേവിസ് കാണാതെ നിന്നെ പുറത്തെത്തിക്കുക എന്ന് പറഞ്ഞ് നടന്ന് അവർ പല വഴികളുള്ള ഒരു സ്ഥലത്ത് വന്നു നിൽക്കുന്നു. അവിടെ നിന്നും ഏത് വഴിയാണ് പോകേണ്ടതെന്ന് ഡ്രാക്കുള ശരിക്കും മറന്നുപോയി. ആദ്യം അവർ ഒരു വഴി ചെന്നപ്പോൾ അവിടെ മതിലായിരുന്നു. തിരിച്ചു വന്ന് വീണ്ടും വേറെ വഴി പോയപ്പോൾ ആദ്യം ജോനാഥൻ കൈ കുത്തിക്കയറ്റി ആ പെണ്ണസ്തി കൂടെ അവിടെ നിന്ന് കുളിക്കുന്നു. അവരെ കണ്ട അവൾ വീണ്ടും അലറിക്കരയുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് അങ്ങോട്ട് വന്ന് നിങ്ങൾക്കൊക്കെ ഇത് തന്നെയാണോടാ പണി എന്ന് പറഞ്ഞ് അവർ ഓടിക്കുന്നു. അങ്ങനെ അവർ നടന്ന് വീണ്ടും ഒരു ഭിത്തി തുറക്കുമ്പോൾ അത് അകത്തെ മുറിയായിരുന്നു. അതിൽ ഫ്രാങ്കും അവന്റെ മറ്റു കൂട്ടുകാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഫ്രാങ്ക് ഡ്രാക്കുളയെ കാണുന്നു. അപ്പോൾ ഡ്രാക്കുള ജോനാഥനോട് അവിടെ തന്നെ വിളിച്ചു നിൽക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഫ്രാങ്കിനോടും മറ്റുള്ളവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മേവിസ് അങ്ങോട്ട് വന്ന് ജോനാഥനെ കണ്ടുപിടിച്ച് അവനോട് സംസാരിക്കുന്നു. നിന്റെ പേരെന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഫ്രാങ്ക്സ്റ്റൈൻ എന്ന് പറയുന്നു. അതെന്റെ അങ്കിളിന്റെ പേരാണ്, നിന്റെ ശരിയായ പേര് പറയാൻ മേവിസ് പറയുമ്പോൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനെന്ന് ആലോചിച്ച് ഞാൻ ഫ്രാങ്ക്സ്റ്റൈന്റെ കസിൻ എന്നാണ് പറയാൻ വന്നത്, പേര് ജോണിസ്റ്റൈൻ എന്ന് ജോനാഥൻ പറയുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു എട്ടുകാലി മുകളിൽ നിന്ന് നൂല് തൂങ്ങി വന്ന് ഹേ മേവിസ് എന്ന് പറഞ്ഞതും അത് കണ്ട് പേടിച്ചു മാറിയ ജോനാഥൻ മുറിയുടെ അകത്തേക്ക് എന്ന് വീഴുന്നു. അപ്പൊ ഫ്രാങ്കൻസ്റ്റൈൻ അവനെ കണ്ട് അത് ആരാണെന്ന് ചോദിച്ചതും ഡ്രാക്കുള പെട്ടെന്ന് ജോനാഥൻ മുമ്പിൽ വന്നു നിന്ന് അവനെ മറയ്ക്കുന്നു. അപ്പോൾ ജോനാഥൻ ഡ്രാക്കുളയോട് ഇവർ എന്നെ കൊല്ലുമോ എന്ന് ചോദിച്ചപ്പോൾ നീ ഒരു മോൺസ്റ്റർ ആണെന്ന് അവർ വിചാരിക്കുന്നിടത്തോളം കാലം കുഴപ്പമില്ലെന്ന് ഡ്രാക്കുള പറയുന്നു. ആ പറഞ്ഞത് റേസിസ് ആണെന്ന് പറഞ്ഞ ജോനാഥൻ പെട്ടെന്ന് ഡ്രാക്കുളയുടെ പുറകിൽ നിന്നും മോൺസ്റ്ററിനെ പോലെ ഓവർ ആക്ട് ചെയ്ത് നടന്ന് ഫ്രാങ്കിന്റെ മുന്നിൽ കൂടി പോകുന്നു. അത് കണ്ട് ഫ്രാങ്ക് ഇവൻ എന്നെ കളിയാക്കുവാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രാക്കുള പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അല്ല ഇവൻ എന്ന് പറഞ്ഞപ്പോഴേക്കും മേവിസ് വന്നിട്ട് ഇവൻ നിങ്ങളുടെ കസിനാണ്, പേര് ജോണിസ്റ്റൻ എന്ന് ഫ്രാങ്കിനോട് പറയുന്നു. അപ്പോൾ ഡ്രാക്കുളയും പെട്ടെന്ന് അതേ എന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്. എനിക്കതിന് കസിൻസ് ആരും ഇല്ലല്ലോ എന്ന് ഫ്രാങ്ക് പറയുന്നുണ്ടെങ്കിലും ഡ്രാക്കുള എങ്ങനെയൊക്കെയോ അവനെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഫ്രാങ്ക് വന്ന് ജോനാഥന് കൈ കൊടുക്കുന്നു. അപ്പോൾ ഗ്രിഫിൻ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാർട്ടി പ്ലാനർ ആണെന്ന് ജോനാഥൻ പറയുന്നു. അപ്പോൾ ഡ്രാക്കുള പെട്ടെന്ന് അതെ ഞാനാണ് ഇവനെ ഇങ്ങോട്ട് വിളിച്ചത്, മേവിസിന്റെ ബർത്ത്ഡേ പാർട്ടി അടിപൊളിയാക്കാൻ വേണ്ടി എന്നെ സഹായിക്കാനായിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ മറി എന്ത് ഡ്രാക്കുളെ സഹായിക്കാൻ ഒരാൾ വേണമെന്നോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ജോനാഥൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഐഡിയകൾ വേണം, അതുകൊണ്ടാണ് ഡ്രാക്കുള എന്നെ റിക്രൂട്ട് ചെയ്തതെന്ന് പറയുന്നു. കാരണം ഡ്രാക്കുളയാണല്ലോ ഈ വാമ്പേഴ്സിന്റെ എല്ലാം രാജാവ്, അയാൾക്കൊന്നിനും ആരുടെയും സഹായം ആവശ്യമില്ല. അതാണ് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടത്. അപ്പോൾ ഫ്രാങ്ക് ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു പാട്ട് സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് പാടി കേൾപ്പിക്കുന്നു. അതൊരുമാതിരി പഴയ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പാടുന്ന പോലെയുള്ള ഒരു പാട്ടായിരുന്നു. അപ്പോൾ ജോനാഥൻ നമുക്കതൊന്ന് മാറ്റിപ്പിടിക്കുക എന്ന് പറഞ്ഞ് ഒരു അടിപൊളി റോക്ക് സോങ് പാടുന്നു. അത് അവിടെ വന്ന് എല്ലാവർക്കും ഇഷ്ടമായി. പാട്ട് പാടിക്കഴിഞ്ഞ് അവൻ സ്റ്റേജ് ഡൈവ് എന്ന് പറഞ്ഞ് കാണികളുടെ ഇടയിലേക്ക് എടുത്തു ചാടി. അവർ പിടിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്, പക്ഷെ അവർക്ക് അതൊന്നും അറിയില്ലാത്തത് കൊണ്ട് അവർ മാറിക്കളഞ്ഞു. അവനാണ് ഈ മൂക്കും കുത്തി താഴെ വീഴുന്നു. എന്തായാലും ഫ്രാങ്കൻസ്റ്റൈന് ഭയങ്കര സന്തോഷമായി, എന്റെ കസിൻ ഈ ബർത്ത്ഡേ പാർട്ടി അടിപൊളിയാക്കി എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമുക്ക് ഇനിയും അടുത്ത ഓരോ പരിപാടികൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രാക്കുള അതൊന്നും നടക്കില്ല, നമ്മൾ പരിപാടികൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവർ കുറെ പഴയ കളികളെല്ലാം കളിക്കുന്നതാണ്, ഡം ഷറാഡ്, ലോട്ടറി ഗെയിം. പക്ഷെ ആർക്കും അതിലൊന്നും താല്പര്യമില്ല. ഡ്രാക്കുള മാത്രം അതെല്ലാം ആസ്വദിച്ച് ചിരിക്കുന്നുണ്ട്. ജോനാഥൻ പെട്ടെന്ന് ബാക്ക് പാക്കിൽ നിന്നും അവന്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്ന് അതിലൂടെ എല്ലാം ഓടിക്കുന്നു. അപ്പോൾ അത് കണ്ട് അത്ഭുതപ്പെട്ട എല്ലാവരും ആ സ്കൂട്ടർ എടുത്ത് ഓടിച്ച് നടക്കുന്നുണ്ട്, കാരണം അവരിതൊന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നീട് ഡിന്നർ ടൈം, ഫ്രാങ്കൻസ്റ്റൈൻ വന്ന് അവന് വേണ്ട ഭക്ഷണം എല്ലാം ഓർഡർ ചെയ്യുന്നുണ്ട്. ഷെഫ് കൊസമേഡോ വന്നിട്ട് ഡ്രാക്കുളയോട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് വിശക്കുന്നില്ലെന്ന് ഡ്രാക്കുള പറയുന്നു. അപ്പോൾ ഷെഫിന്റെ വീണ്ടും മണം പിടിച്ചിട്ട് അവന് വീണ്ടും മനുഷ്യന്റെ മണം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. അത് കണ്ട ഡ്രാക്കുള പെട്ടെന്നായി എലിയെ തട്ടിത്തെറിപ്പിച്ചിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്, വേഗം പോയി 50 ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞ് ഷെഫിന് പറഞ്ഞു വിടുന്നു. ഇതേ സമയം ഒരു ടേബിളിൽ മേവിസും ജോനാഥൻ ഇരിക്കുന്നുണ്ട്. ജോനാഥൻ ഇപ്പോൾ അവിടുത്തെ ഹീറോ ആണ്, മേവിസ് ആണെങ്കിൽ അവനോടുള്ള ഇഷ്ടത്തിൽ മയങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രാങ്കിന്റെ ഭാര്യ ജോനാഥനോട് നീ താജ്മഹലിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറി മോൺസ്റ്റേഴ്സ് ആരും താജ്മഹലിൽ പോയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ മേവിസ് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡ്രാക്കുള അങ്ങോട്ട് വന്ന് ജോനാഥനെ കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവന്റെ മുഖത്തിന് നേരെ വന്ന് നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, നീ ഒരു മനുഷ്യനാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും എന്ന് പറയുമ്പോൾ ജോനാഥൻ ഉടനെ റിലാക്സ് ഡ്രാക്കുള, അവർക്ക് ആർക്കും എന്നെ ഒരു സംശയമില്ല, പക്ഷെ നീ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തി കുശുശുക്കുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഡ്രാക്കുള അവൻ അവിടെ നിന്ന് മാറ്റി നിർത്തി നീ ഇപ്പോൾ പൂളിനടുത്ത് എന്ന് എന്റെ പുറം വേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. അപ്പോൾ ജോനാഥൻ പൂളിന്റെ അടുത്ത് നിന്ന് ഡ്രാക്കുള പറഞ്ഞതുപോലെ വേദന അഭിനയിക്കാനായിട്ട് ഓ എന്റെ പുറം എന്ന് പറഞ്ഞതും ഒരു തവളച്ചൻ ചാടി അവന്റെ പുറത്ത് കയറുന്നു. അപ്പോൾ അത് കണ്ട് ഡ്രാക്കുള അവന്റെ പുറത്ത് കയറാൻ അല്ലടാ പറഞ്ഞത്, പുറം വേദനിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞെന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഓരോരുത്തരുടെ പുറത്ത് കയറി നമുക്ക് ചിക്കൻ ഫൈറ്റ് കളിക്കുക എന്ന് പറഞ്ഞ് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി അവരത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രാക്കുള ഇതെല്ലാം നിർത്താൻ പറയുന്നുണ്ടെങ്കിലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. പെട്ടെന്ന് അവൻ ജോനാഥന്റെ അടുത്ത് നിന്ന് എടാ പൊട്ടാ നിന്റെ മേക്കപ്പ് പോകും, കയറ് വരാൻ പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചതും കാല് തെറ്റി വെള്ളത്തിലേക്ക് വീഴുന്നു. ഡ്രാക്കുള നേരെ താഴെ ചെന്ന് സ്വിമ്മിംഗ് പൂളിന്റെ വാൽവ് തുറന്നുവിട്ട് ആ വെള്ളം മുഴുവൻ കളയുന്നു. അതേ സമയത്താണ് ജോനാഥൻ ഒരു ജീവിയുടെ മുകളിൽ കയറി എന്ന് താഴെ പൂളിലേക്ക് ചാടിയത്. അപ്പോൾ വെള്ളം കുറയുന്ന കണ്ട് അവൻ അലറി കരയുന്നുണ്ട്. പെട്ടെന്ന് ഡ്രാക്കുള അവനെ ഫ്രീസ് ചെയ്തിട്ട് ബ്ലോ
ബ്ലോബിനെ എടുത്തുകൊണ്ട് വന്ന് അവന് നേരെ താഴെ വെച്ചിട്ട് ജോനാഥനെ വീണ്ടും അൺഫ്രീസ് ചെയ്യുന്നു. അവൻ ബ്ലോബിന്റെ അകത്തേക്ക് ചെന്ന് വീഴുന്നു. അതുകൊണ്ട് അവനൊന്നും പറ്റിയില്ല. ഡ്രാക്കുള അവനെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവൻ ഇവിടെ വന്ന് ഓർമ്മകളെല്ലാം മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. ഇതെന്താണ് സംഭവിച്ചെന്ന് ഡ്രാക്കുള അത്ഭുതപ്പെടുമ്പോൾ അത് എന്റെ കണ്ണിൽ കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ജോനാഥൻ ആ ലെൻസ് ഊരിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ട് ടെൻഷനായ ഡ്രാക്കുള അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഡ്രാക്കുള വിചാരിച്ച് ജോനാഥൻ അവന്റെ കണ്ണ് തോണ്ടിയെടുക്കുകയാണെന്ന്. എന്നിട്ട് അവൻ ജോനാഥനെ ഭീഷണിപ്പെടുത്തുന്നു. നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം. ഈ സ്ഥലത്തെക്കുറിച്ച് വേറെ ഒരു മനുഷ്യരോടും പറയരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ നീ എവിടെയാണെങ്കിലും തേടി പിടിച്ച് നിന്റെ രക്തമെല്ലാം വലിച്ചു കുടിച്ച് നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് അവിടെ നിന്നും വവ്വാലായി പറന്നു പോകുന്നു. ജോനാഥൻ നിരാശനെ അവിടെ നിന്നും പതുക്കെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മേവിസ് അങ്ങോട്ട് വന്ന് ഞാൻ നിന്നെ ഒരു സൂത്രം കാണിച്ചേരെ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവർ നേരെ ആ കോട്ടയുടെ ഏറ്റവും മുകളിലേക്കാണ് ചെന്നത്. അവിടെ വെച്ച് ജോനാഥനോട് അവൾ ഹവായിനെ കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന് പോയ കാര്യം അവളോട് പറയുന്നു. അപ്പോൾ മേവിസ് മനുഷ്യരുടെ മ്യൂസിക് ഫെസ്റ്റിവൽ ആയിരുന്നോ, അവർ നിന്നെ ഉപദ്രവിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ജോനാഥൻ മറുപടി പറയുന്നു. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ നേരം വെളുക്കുന്നു. മേവിസ് ഇതുവരെ സൂര്യോദയം കണ്ടിട്ടില്ല. കാരണം സൂര്യപ്രകാശം അവരുടെ എല്ലാം ദേഹത്ത് പതിച്ചാൽ അവർ ഉരുകി ഇല്ലാതാവും. ജോനാഥൻ ഉടനെ തന്നെ ചിമ്മിനിയുടെ സൈഡിൽ കൊണ്ടുപോയി അതിന്റെ നിഴലിൽ നിർത്തി ആ സൂര്യോദയം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾ അത്ഭുതത്തോടെ അത് നോക്കി നിൽക്കുന്നുണ്ട്.